ഇവിടെ നടന്നത് വെറും ഒരു കൈപ്പിഴയൊന്നുമല്ല നിഷാദെ. ഇത് ഒന്നാം തരം അട്ടിമറി തന്നെയാണ് എന്ന് നമുക്കൊരു സംശയവും വേണ്ട. എന്നറിയോ, 4 കമന്റ് കണ്ടാൽ ആർക്കാണ് നിഷാദെ ഇവിടെ പേടി? തെരുവിൽ മൈക്ക് കെട്ടി ഇതിനപ്പുറമുള്ള വർത്താനം പറയുന്ന നാടല്ലേ കേരളം. അവിടെ രാഷ്ട്രീയമായ വിമർശനങ്ങളുള്ള വീഡിയോ വരുമ്പോൾ ഞഞ്ഞാവിഞ്ഞ പണി കാണിക്കരുത്. അത് പോലീസ് ആണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ശരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമൊക്കെയാണ്. പക്ഷേ വിമർശനത്തിന് അതീതമാണ് എന്ന് രത്തൻ കേൽക്കർ വിചാരിക്കരുത് എന്നുള്ളതാണ്. അത് മസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ജനാധിപത്യത്തെക്കുറിച്ച പാഠങ്ങൾ അദ്ദേഹം മറക്കരുത്. ഇപ്പം വന്നിട്ട് പറയാണ് അത് പോസ്റ്റ് നീക്കാനാണ് പോലീസ് പറഞ്ഞത്, മെറ്റ കയറി അങ്ങ് നീക്കം ചെയ്ത്. ഏത് കമൻ്റാണ് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ആ കമൻറ്റിൻ്റെ, ആ വിദ്വേഷ കമൻ്റ് ഇട്ട ആളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ കേരള പോലീസ്? അത് മാറ്റുക മാത്രം ചെയ്താൽ മതിയോ? അതിൻ്റെ FIR ഉണ്ടോ? അതടക്കം പുറത്തു വിട്ടിട്ട് വേണ്ടേ പറയാൻ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ? അങ്ങനെയല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത്. ഇന്ന് രാവിലെ വാർത്ത വന്നു, കമ്മീഷന് അത് പറയാൻ ഇന്ന് 3 മണി വരെ കാത്തിരിക്കണമായിരുന്നോ? എല്ലാ കാര്യത്തിനും വാർത്താക്കുറിപ്പ് ഗ്രൂപ്പിൽ ഇറക്കുന്ന ആളല്ലേ രത്തൻ കേൽക്കർ. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. എല്ലാ കാര്യത്തിലും വിശദീകരണം വന്നുകൊണ്ടിരുന്ന SIR കാലത്തും മറ്റും. എന്തുകൊണ്ട് ഇത് രാവിലെ തന്നെ പറയാം ഇങ്ങനെ മെറ്റയ്ക്ക് പറ്റിയ അബദ്ധമാണെന്ന്? ഇപ്പം അത് പറഞ്ഞില്ല. മറ്റൊന്ന്, ഇത് മനസ്സിലാക്കേണ്ടത് കേരളം എന്നത് സംവാദങ്ങളുടെ സ്ഥലമാണ്. ജനാധിപത്യ സംവാദങ്ങൾ നടന്നിട്ടുള്ള അവിടെ ഒരു കമൻറ്റിന് വീഡിയോ നീക്കലോ അല്ലെങ്കിൽ കൈപ്പിഴയൊന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഒന്നും കൂടെ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇടുന്ന ഈ പൊളിറ്റിക്കൽ കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ പോസ്റ്റിൽ പറയുന്നതൊക്കെ വസ്തുതാപരമായി ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ടോ?